ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പഴയ ഓൾഡ് മൊബൈൽ, അതായത് 1600 അങ്ങനെയൊക്കെയുള്ള മൊബൈലും ന്യൂ ആൻഡ്രോയിഡ് മൊബൈലും തമ്മിൽ സർക്യൂട്ടിൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഇതാണ് PF, പിന്നെ ഇതിൻ്റെ RF, പിന്നെ പവർ, പിന്നെ പ്രോസസ്സർ, ഫ്ലാഷ്. അപ്പോൾ ഈ സംഗതികളൊക്കെ തന്നെയാണ് പണ്ടത്തെ മൊബൈലുകളിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നൊരിൽ ഓരോ പഴയ സെറ്റുകളിൽ ഇപ്പോൾ 1600, 1200 ഇത്രയും കാര്യങ്ങളെല്ലാം ഈ സാധനത്തിനും ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും, ചാർജിങ് കണക്ടർ ഉണ്ടായിരുന്നു, ഈ രീതിയിലല്ലായിരുന്നു. സ്പീക്കർ പോയിൻറ്റുകൾ ഉണ്ടായിരുന്നു, ഈ രീതിയിലല്ലായിരുന്നു. ഹെഡ്ഫോൺ ജാക്കുകൾ ഉണ്ടായിരുന്നു, ഈ രീതിയിലല്ലായിരുന്നു. ക്യാമറ ഇല്ലായിരുന്നു, ഇപ്പോൾ കൂടിയതാണ്. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ ടച്ച് കണക്ടർ അതിനില്ലായിരുന്നു, ഇപ്പോൾ ടച്ച് കണക്ടറും കാര്യങ്ങളും ഉണ്ട്. സിമ്മ് 1, 2 ഇടാവുന്നതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 സിം ഇടാം. മെമ്മറിയുടെ കാര്യമാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കൂടിയിട്ടുള്ളൂ. അതായത് അതിൻ്റെ ഉദാഹരണം പറയുകയാണെന്നൊരു, നമ്മൾക്ക് പണ്ടുണ്ടായിരുന്ന PC ഒക്കെ ആണെന്നൊരു, അതിനകത്ത് നമ്മൾ ആദ്യം Windows 98 ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2000 ആയി, പിന്നെ XP ആയി, പലതായി, Windows 8 ആയി, പലതും ഉപയോഗിച്ചു, പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. ഈ സോഫ്റ്റ്വെയറുകളിൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മുടെ ഡിവൈസ് പഴയ ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഒരു ഡിവൈസിനകത്ത് തന്നെയാണ് പല സോഫ്റ്റ്വെയറുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോർമൽ കേസാണ് പറയുന്നത്, അല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന, ഗൂഗിളിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പഴയ സംഭവമൊക്കെ തന്നെ ഹാർഡ്വെയറിൽ പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറയാം. മാറ്റങ്ങൾ വന്നേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ 2 IC, ഇപ്പോൾ പവറും പ്രോസസ്സറും കൂടെ കൂടിയിട്ട് ഒരു IC വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ, അല്ലാതെ ബേസിക്കലി പറയുമ്പോൾ ശരിക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, ക്യാമറ, ഇത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുന്നതനുസരിച്ച് അതിനുള്ള ഹാർഡ്വെയർ സപ്പോർട്ടും കൂടെ കൂടുന്നു എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു കൂടുതലും സംഭവിച്ചിട്ടില്ല. പണ്ടും പഴയ സെറ്റുകളിൽ തീർത്ത് ചെറിയ ഫോണുകളിൽ ഇല്ലായിരുന്നു ക്യാമറ. അപ്പോൾ ക്യാമറയുടെ ICയും കാര്യങ്ങളും റെഗുലേറ്ററും ആവശ്യമില്ലായിരുന്നു. ബാക്കി ആയിട്ടുള്ള പവർ, നെറ്റ്വർക്ക്, പിന്നെ ചാർജിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡിസ്പ്ലേ ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ബേസിക്കലി അതുതന്നെയാണ് ഇത്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡും കാര്യങ്ങളും ഒന്നുമില്ല. അത് തന്നെയാണ് സെയിം. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ വന്നതോട് കൂടിയിട്ട് കുറച്ച് അഡ്വാൻസ്, പഴയ സെറ്റിലും ഉണ്ടായിരുന്ന ആ റാം ഇപ്പോൾ ഈ ബോർഡിൽ ഉപയോഗിച്ചാൽ പറ്റത്തില്ലാത്തതുകൊണ്ട് സംഭവം റാം ഇതിനകത്തുമുണ്ട്, അതിനകത്തുമുണ്ട്. അപ്പം അതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയേക്കുന്നു എന്നുള്ളതല്ലാതെ, പിന്നെ കപ്പാസിറ്റി കൂട്ടിയേക്കുന്നു, പിന്നെ കമ്പോണൻസിൻ്റെ വലിപ്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചിട്ടുണ്ട്. പഴയ PF എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ PF വന്നിട്ട് വളരെ ചെറുതാണ്. PF ആയാലും RF ആയാലും ഉണ്ട്. PF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനത്തിലും ഇച്ചിരി വലിപ്പം കുറച്ചിട്ടുണ്ട്. വലിപ്പം കുറച്ചേക്കുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ IC ആയിരുന്നൊരു, പണ്ടത്തെ ഈ പറയുന്ന പവർ ICക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇപ്പം പവർ ICക്ക് ഈ വലിപ്പമേ ഉള്ളൂ. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ IC ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ലൈറ്റ് IC ഇവിടെ ഒരു കോയിലുണ്ടാവും, അതിൻ്റെ അടുത്തിരിക്കുന്നതാണ് ലൈറ്റ് IC. ശരിക്കും 1600 ആയിട്ട് പറയുമ്പോൾ ലൈറ്റ് ICക്ക് വലിപ്പം കൂടിയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. 1600 ഇതിലും ലൈറ്റ് ICയിൽ വലിപ്പം കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനടുത്തൊരു കോയിലുണ്ടാവും. കോയിലിനൊക്കെ എല്ലാം സെയിം വലിപ്പം തന്നെയാണ്. പിന്നെ വലിപ്പം കുറഞ്ഞേക്കുന്ന കുറച്ച് സ്പെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൻ്റെ ക്രിസ്റ്റല്, പിന്നെ RF ക്രിസ്റ്റല്,
പിന്നെ ഒക്കെയുള്ള കുറച്ച് സ്പെയറുകളാണ് കുറച്ച് വലിപ്പം വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഈ നെറ്റ്വർക്ക് സെക്ഷനിലാണ്. ഈ IF-ഉം RF-ഉം തമ്മിൽ ഇപ്പോൾ കോംബോ ആയിട്ട് ഒരു ഒറ്റ സ്പെയറിലാണ് ഇപ്പോൾ വരുന്നത്. പണ്ട് ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് 2 സെപ്പറേറ്റ് സ്പെയറുകളായിരുന്നു. അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഈ 2 സർക്യൂട്ടുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും വലിയ കാര്യമായിട്ട് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എല്ലാ സാധനങ്ങളും അതുപോലെ ചാർജിങ്ങിൽ കണക്ടറിൽ ചെറിയ ഷേപ്പിൽ വ്യത്യാസം വന്നു, പിന്നുകളിൽ വ്യത്യാസം വന്നു. കാരണം ഇപ്പോൾ USB ഉപയോഗിക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നു. നേരത്തെ 2 കണക്ഷൻ മാത്രം മതിയായിരുന്നു. പിന്നെ പണ്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട് ടച്ച് കണക്ടർ ആവശ്യമില്ലായിരുന്നു, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറയുടെ കണക്ടർ ആവശ്യമില്ലായിരുന്നു. ബാക്കി ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിപ്പം ഇത് കണ്ടില്ലേ, ഹെഡ്ഫോണിന് പണ്ടും ഉണ്ടായിരുന്നു സോക്കറ്റ്, ഇന്നും ഉണ്ട് സോക്കറ്റ്. ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ആയാലും ആൻറ്റിനയും കാര്യങ്ങളും എല്ലാം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കീപാഡ് ഐസിയും കാര്യങ്ങളും ഒന്നുമില്ല. അതിന് പകരം ടച്ചിന് വേറൊരു ചെറിയ സർക്യൂട്ട് ഉണ്ടാകും എല്ലാ സെറ്റുകളിലും. അല്ലാതെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.